ഹായ് ഗൈസ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷിഫയിലെ ഡയറക്ഷൻ പിള്ളേരുടെ 180 ഡിഗ്രി പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആക്ടേഴ്സ്, നമ്മൾ ചൊറിയും കുത്തിയിരിക്കുന്ന ആക്ടേഴ്സ് നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ നമ്മൾ അതിൽ റീക്രിയേഷൻ ചെയ്യുമ്പോൾ ആക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് നമ്മളെ CID മൂസയിലെ ഒരു സീനാണ്, 2 മിനിറ്റ് തുടങ്ങുന്ന ഒരു സീനാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഞാൻ ചെയ്യാൻ പോണത് അരിശ്രേഷ വേണ്ടി അറിയാതെ നമുക്ക് എത്ര പോയാലും അത്ര ഒന്നും വരില്ല. അത് എന്നാലും ഞങ്ങളുടേതായ രീതിയിൽ ഒരു ശ്രമം. അതെ, പുതിയ പിള്ളേർ ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. 180 ഡിഗ്രിയുടെ ക്ലാസ് ആണ്. അത് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാനും കൂടെ പറ്റും, അത് എങ്ങനെയൊക്കെ അത് ടേക്ക് പോകുന്ന കാര്യങ്ങൾ. നമുക്ക് അംജിത്ത് സാറിന്റെ അടുത്ത് നമുക്ക് ആ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമുക്ക് ഡയറക്ടർ അംജിത്ത് സാറ് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടർ ചെയ്യണത് തോമസ് ഏട്ടനാണ്. പഠിച്ചവരാണ്, ഞങ്ങൾ ഒരേ ബാച്ചാണ്. ഗൈസ്, ഞങ്ങൾ ദിലീപേട്ടൻ വന്നു. ഗൈസ്, ക്ലൈമാക്സ് ഇവിടെയാണ് ഞങ്ങൾ സീൻ ഷൂട്ട് ചെയ്യാൻ പോണത്, റീക്രിയേഷൻ സീൻ. പിന്നെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവിക്കാണല്ലോ ഏതാ ക്യാരക്ടർ എഴുതി വെച്ചെടുക്കട്ടെ. ഇയാൾക്ക് മാത്രം ഇവിടെ ഡയറുള്ളൂ, അപ്പൊ നോക്കി പറയാം. ഇതാണ് ഞങ്ങളുടെ ഫ്രെയിം, ഇതാ ഞങ്ങളുടെ ക്യാമറമാൻ ആൻഡ് ടീം. നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. അംജിത്ത് സർ, ക്യാമറ ആക്ഷൻ. അത് കൊള്ളാം. CID മൂലം പേര് മാത്രം പോരാ. ഡയലോഗ് പറയുമ്പോ കാലി പിടിച്ചതിന് ശേഷം ഒരു പൊടിക്ക് ബാക്കോട്ടേക്ക് പോയി കുറച്ച് പേര് കിടപ്പാടം പോടവർക്ക് അതില്ലാതില്ല. ഈ വേഷം കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ ഇതിപ്പോ എന്താന്ന് അറിയുക, ആ ഒരു ആക്ടർ, ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളെ ക്ലോസ് വെക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ആ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ തെറ്റി കഴിഞ്ഞാൽ ടേക്ക് വീണ്ടും റീടേക്ക് പോകും. ഈ സാധ്യതയില്ലാതില്ല. ഈ വേഷം കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണെന്നാ തോന്നുന്നത്. മാജീഷ്യൻ സാമ്രാട്ടിനൊപ്പം CID എല്ലാവരും വ്യത്യസ്തരാണ്. കുറച്ച് ഓവറായ എല്ലാവരും ശ്രദ്ധിക്കും. CID മൂലംകുഴിയിൽ സഹദേവൻ പറയുമ്പോഴൊരു സുഖമല്ല. നമുക്ക് ഈ പേരങ്ങോട്ട് മാറ്റിയാലോ? മൂലംകുഴി തൊട്ട് കളിക്കാൻ പോലെ അത് നമ്മുടെ തറവാട്ട് പേരാണ്. അപ്പൊ നമുക്ക് CID മൂലംകുഴി എന്നാക്കിയാലോ? പേര് മാറ്റം എന്നൊക്കെ പറയുമ്പോ കേൾക്കുമ്പോ എന്തല്ല. CID മൂലംകുഴി സഹദേവൻ. ഓക്കെ, അത് 2 ലക്ഷം മാറ്റിയാൽ CID മൂലം. അച്ഛാ, ഡ്രസ് വെച്ച് ഞാൻ അപ്പഴേ പറഞ്ഞു കള്ളന്മാരൊന്നും കൂട്ടുണ്ടായിരുന്നു. അപ്പൊ നീ എന്ത് CID കുഴിയുന്ന? അച്ഛാ, ഞാൻ ഉദ്ദേശിച്ചത് മൂലംകുഴിയിൽ നിന്നും സഹദേവന്റെ സായി. CID സാമു കിട്ടിയില്ലേ? അച്ഛാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അച്ഛാ, വിക്രം ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? എന്താ? മൂലംകുഴിയിൽ നിന്നും സഹദേവന്റെ സായി. മൂസ, CID മൂസ. CID മൂസ ഇത് കലക്കും. പക്ഷെ വെടിച്ചിൽ പേര് മാത്രം പോരാ, കേസ് ഉണ്ടാകണം. അതെ, പോലീസിനെ കൊണ്ട് പറ്റാത്തത് നമ്മളെ കൊണ്ട് പറ്റണം. അതിനിപ്പോ എന്ത് ചെയ്താലും നീ ജയിൽ ചാടിയല്ലേ? അതെ, നിന്നെ പിടിക്കാതെ പോലീസ് കിട്ടില്ലല്ലോ. ചേട്ടാ, നാളത്തെ പത്രത്തെ ഹെഡ്ലൈൻ കുറിച്ചുള്ളൂ. പിടിച്ചപ്പള്ളിയെ തുറന്നു വെച്ചു നീയെ CID മൂസ പിടികൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഇതും കൂടി കുറിച്ചോ? അതിവിദഗ്ധമായി തർക്കം വെച്ചു നീ CID മൂസയുടെ കയ്യിൽ നിന്നും ഓടിപ്പോയി.
ഗൈസ് ഞാൻ ക്യൂ കൊടുക്കാൻ പോകും. ഞങ്ങൾ അതെ, ഞാൻ ഇവന്റെ ബാക്കിൽ ക്യൂ ആയിട്ട്. അതല്ല, നമ്മള് ഡയലോഗ് പറയാൻ വേണ്ടി, അടുത്ത ക്യാരക്ടറിന്റെ ഡയലോഗ് പറയാൻ വേണ്ടി നമ്മൾ ഡയലോഗ് പറയാം. അപ്പോൾ അതിനാണ് ക്യൂ എന്ന് പറയുന്നത്. കള്ളം ഇറാഖില് മിസൈല് വീണ പോലെ അല്ല, ഇതിന്റെ ആധാരം പണയാൻ പറ്റും, കറണ്ട് ഗൾഫിൽ പോയതും ഓഫീസിന്റെ പണി തുടങ്ങിയത് എല്ലാം പെട്ടെന്നായിരുന്നു. കിടപ്പാടം പോടെ ഇറക്കി. സാധ്യതയില്ലാതില്ല. ഇയാൾ ഈ വേഷം കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ സാമ്രാട്ടിനൊപ്പം CID എല്ലാവരും വ്യത്യസ്തമാണ്. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. CID മൂലംകുഴി സാധ്യത. മഴ പെയ്ത് ഗൈസ്, ഷൂട്ടിംഗ് എല്ലാം കൊള്ളായി. എന്റെ ഗ്ലൗസ് എടുത്തില്ല. എന്റെ എല്ലാം എടുത്ത് കഴിഞ്ഞു ഭാഗ്യത്തിന്. മഴ പെയ്തു, ക്ലോസ് ആണ് ഒന്ന് സെറ്റ് ആവേണ്ടത്. മഴ പെയ്ത് വരണം. എല്ലാരും കയറിയിരിക്കുകയാണ് ഗൈസ്. അതെ, നമ്മുടെ ഷൂട്ടൊന്നും മുടങ്ങിയിരിക്കുന്നു. ഷൂട്ട് തുടങ്ങിയില്ല. ബാക്കപ്പ് ബാക്കപ്പായാ? അതെ. ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇന്ന് സ്റ്റുഡൻസ്, നമ്മുടെ സിഫയിലെ സ്റ്റുഡൻസ് ഡയറക്ഷൻ പഠിക്കുന്ന ഒരു സെഷനായിരുന്നു, പ്രാക്ടിക്കൽ സെഷനായിരുന്നു. അപ്പോൾ അത് അതിവിദഗ്ധമായി നമ്മൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട്, നമ്മൾ അടിപൊളി ആക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് ഡയറക്ടറിനോട് ചോദിക്കേണ്ട. ഡയറക്ടറോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആക്ടിങ്. നിനക്കൊക്കെ അന്തസ്സുണ്ടോ? നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ? 10 പേര് അറിയോ? ഇതാണ് പ്രശ്നം. വളർന്നു വരുന്ന ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ടേഴ്സ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഷൂട്ട് നമ്മളിവിടെ പാക്കപ്പ് ആയിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ ഷൂട്ട്? അപ്പൊ ഇന്നത്തെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു നമ്മളെ വർക്ക്. 180യുടെ വീഡിയോ. അപ്പൊ സാറ്റിസ്ഫൈഡ് അല്ലേ സാറ്? സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അതെ, ഞാൻ വളരെ നന്നായി അഭിനയിച്ചത് കൊണ്ട് പെട്ടെന്ന് ഷോട്ടുകളൊക്കെ തീർക്കാൻ പറ്റി. അപ്പൊ ഇനി അടുത്ത വീഡിയോ നമ്മള് ഇതേപോലെ മാത്രമേ ഇതിന് നല്ലതുള്ളൂ. ഏതാ ഈ അലവലാതി? ഔട്ട് കാണുമ്പോ മനസ്സിലാവും. ഏറ്റവും നല്ല ആക്ടർ ഞാനായിരുന്നു. ഏറ്റവും നല്ല ആക്ടർ ഞാനായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെയാണവേ? പിന്നെ അല്ല സഹോ, നീ പൊരിക്കണ. അപ്പൊ ബൈ ഗൈസ്.